നമ്മൾ മെയ് 9-നാണ് പോയത്. നമ്മൾ 10th മെയ് റോഹീൻ്റെ ബർത്ത്ഡേ അതിനെ കണക്കാക്കിയിട്ട്, അതായത് ബർത്ത്ഡേ അവിടുന്ന് സെലിബ്രേറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. അപ്പം നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ റെഡിയാന്ന് പറഞ്ഞു. അപ്പം എല്ലാവരും ഇപ്പം എൻ്റെ ചേച്ചി എന്ന് പറഞ്ഞത് കേക്ക് ഓർഡർ ചെയ്തത് ഇൻസ്റ്റാഗ്രാമിൽ, വയനാട്ടിലെ ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ അടുത്ത് ഓർഡർ ചെയ്തതാണ്, ഹോം ബേക്കറുടെ അടുത്ത്. പക്ഷേങ്കിൽ ടൈമിന് കേക്ക് എത്തിയിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റൊക്കെ സൂപ്പറായിരുന്നു, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ വേഗം കേക്ക് കട്ട് ചെയ്തിട്ട് നമ്മൾ പോകാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ കേക്കിന് വേണ്ടി വെയിറ്റ് ചെയ്ത് റൂഹീനെല്ലാം ഡ്രസ്സ് ചെയ്ത് എല്ലാം ചെയ്ത് വെച്ചിട്ട് കേക്ക് വന്നിട്ടില്ല ഇതുവരെ ആയിട്ട്. കേക്കിന് വെയിറ്റ് ചെയ്ത് നമ്മൾ ഒരുപാട് ടൈം പോയി. അപ്പം ആ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് കുറേ സൈറ്റ് സീയിങ് ഒക്കെ കാണാമായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് ടൈം പോയി. അങ്ങനെ കുറച്ചൊരു പ്രശ്നം ഉണ്ടായിരുന്നു ആ ഹോം ബേക്കർ കാരണം. അപ്പം എന്നിട്ട് പിന്നെ നമ്മൾ പറഞ്ഞ് എന്നാൽ പിന്നെ കേക്ക് വേണ്ട, നമ്മൾ വേറെ മുറിച്ചോളും എന്നൊക്കെ പറഞ്ഞ്, കേക്ക് വേണ്ട ക്യാൻസൽ ചെയ്തേന്നൊക്കെ പറഞ്ഞ്, ഇല്ല ഞാൻ എത്തി എന്ന് പറഞ്ഞ് ഹോം ബേക്കർ. അപ്പം വഴി മാറി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ അവസാനം കേക്ക് വന്നു. കേക്ക് വന്നിട്ട് പിന്നെ റൂഹീനെ കൊണ്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്തു. ഓക്കെ, കേക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ബട്ട് നമ്മൾ നാട്ടിലെ കണ്ണൂരിലെ കേക്കിൻ്റെ അത്ര ടേസ്റ്റ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ റിസോർട്ടിൽ നിന്ന് അവർ പറഞ്ഞു, നിങ്ങൾക്ക് നമ്മളോട് പറഞ്ഞാൽ പോരായിരുന്നു, നമ്മൾ ചെയ്ത് തരൂലേ എന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ എൻ്റെ ചേച്ചി പിന്നെ ഓൾറെഡി ബുക്ക് ചെയ്ത് പോയി, അതുകൊണ്ട് പിന്നെ ക്യാൻസൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് അങ്ങനെ നമ്മൾ ടൈം പോയി. അതിനുശേഷം നമ്മൾ പോയത് 900 കണ്ടി ജീപ്പ് റൈഡ് എടുത്ത് ഒരു ജീപ്പിൽ 6-7 ആൾക്കാർക്ക് 1200 രൂപയാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരു ജീപ്പിൽ നമ്മൾ എല്ലാവരും കൂടി പോവുകയാണ്. അടുത്ത ജീപ്പിൽ അവരുണ്ട്, അമ്മയും ആൻറ്റിയും മാമിയും ഒക്കെ അടുത്ത ജീപ്പിലാണ് വന്നത്. ജീപ്പ് റൈഡ് ഒന്നും പറയണ്ട, പിടിച്ചിരുന്നു പടച്ചോനെ കാത്തോളി എന്ന് പറഞ്ഞ പോലത്തെ ടൈപ്പ് ജീപ്പ് റൈഡാണ്. ഫുള്ള് കുണ്ടും കുഴിയുമുള്ള റോഡൊന്നും പറയണ്ട. പിള്ളേരെയെല്ലാം പിടിച്ചിരുന്ന്, പിള്ളേരെങ്ങാനും തെറിച്ച് പോയിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഫുള്ള് പിടിച്ചിരുന്നിട്ട് പോയത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമ്മൾ അങ്ങ് മേലെ പോയത് നല്ല ഒരു വേർത്ത് തന്നെയാണ്. ആ റൈഡും കാര്യങ്ങളൊക്കെ ലൈഫിൽ എന്തായാലും ഇങ്ങനത്തെ ഒരു അഡ്വഞ്ചറൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണ്ടേ. അപ്പോൾ അങ്ങനെ 900 കണ്ടീൻ്റെ മേലേക്ക് പോയാൽ, അപ്പോൾ 900 കണ്ടിക്ക് ടിക്കറ്റ് ഉണ്ട്, 250 രൂപ എങ്ങനെയാണ് ഒരാൾക്ക് ചാർജ്. അപ്പോൾ അത്രയൊന്നും ചാർജ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല, കാരണം അത്രയും വേർത്തൊന്നും ഉണ്ടായിട്ടില്ല. 900 കണ്ടി ആ ഒരു വ്യൂ പോയിൻറ്റ് ഗ്ലാസ് ബ്രിഡ്ജ് മാത്രമേ ഉള്ളൂ, വേറെ കാര്യമായിട്ടൊന്നുമില്ല. അതിൽ കുറേ ഇൻക്ലൂഷൻസും കാര്യങ്ങളൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്, ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേങ്കിൽ അത്രയും രൂപക്കുള്ള വേർത്തൊന്നുമില്ല. ഇതാണ് സംഭവം മെയിനായിട്ട്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് അവിടെ നെറ്റും കാര്യങ്ങളൊന്നും കിട്ടില്ല. അവർ തന്നെ വൈഫൈ അവർ തന്നെ സ്വന്തമായിട്ട് അടിച്ചു തരും നമ്മൾ മൊബൈലിൽ, എന്നിട്ട് അങ്ങനെ സ്കാൻ ചെയ്തിട്ട് ഇതാക്കലാണ്. നടന്ന് നമ്മളങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്തിക്കുക. അവിടെയാണെങ്കിൽ ഭയങ്കര തിരക്ക്, ഫോട്ടോ എടുക്കുന്ന തിരക്ക്, നല്ല വെയിലുണ്ടായിരുന്നു. ഫോട്ടോ എടുക്കുന്ന തിരക്ക്. അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, പിന്നെ അവിടെ ഒരു സ്വിങ് ഉണ്ട്, ഒരു ചൈൻ സ്വിങ് എന്ന് പറഞ്ഞിട്ട് 100 റുപ്പീസ് വേറെ ചാർജ് ചെയ്യും.
ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളത് വ്യൂ പോയിൻ്റാണ്. പിന്നെ സ്റ്റെയറൊക്കെ കയറി വ്യൂ പോയിൻ്റ് കണ്ടതിന് ശേഷം നമ്മൾ പോയത് കാരാപ്പുഴ അഡ്വഞ്ചർ പാർക്ക്. അപ്പോൾ ഇത് നമ്മൾ ജയൻറ്റ് സ്വിങ്ങിന് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആയിരുന്നു, ജയൻറ്റ് സ്വിങ്ങിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ദിയ, പിന്നെ ഗീതൂട്ടി, ഞാനങ്ങനെ മൂന്നാൾ ഗീതുവും കൂടിയാണ് കയറാൻ പോയത്. അപ്പം ദിയൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ഗീതുവിനും പിന്നെ ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് പിന്നെ കയറുന്നവരെ ടെൻഷനൊന്നും ഉണ്ടായില്ല, കയറി കഴിയുമ്പോൾ ടെൻഷൻ ഉണ്ടാവുമെന്ന് വിചാരിച്ച്. പക്ഷെ അത് കാണുമ്പം നമ്മളെന്നെ വിചാരിച്ചു, എൻ്റെ അമ്മോ ഇപ്പോൾ ചത്തുവോ നമ്മൾ എന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതായിരുന്നു. നമ്മൾ ലൈഫിൽ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണം, അഡ്വഞ്ചറസ് ഇഷ്ടമുള്ളവർ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ ഇത് കയറി കഴിയുമ്പം ഇതൊക്കെ എന്താ പറയുക, നമുക്ക് ബെൽറ്റും കാര്യങ്ങളെല്ലാം ഇട്ട് തരുമ്പം ഗീതു പറഞ്ഞ് നിമ്മേച്ചി എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതിൽ കയറി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ദിയ പറഞ്ഞ് അവരോട് ചോദിച്ച്, പിന്നെ ഡർ ലഗ് രहा है, അതായത് ഹിന്ദിയിൽ പറഞ്ഞ് പേടിയാന്ന്. അപ്പം അയാൾ പറഞ്ഞ് പിന്നെ പേടിക്കുന്ന എന്തിനാ, ഇതിനല്ലേ ബെൽറ്റൊക്കെ ഇടുന്ന, പേടിക്കാനൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞ്. അപ്പോൾ കോൺഫിഡൻസ് ലെവൽ കുറച്ച് കൂടി. എന്നിട്ട് അങ്ങനെ എന്താ പറയുക, നമ്മളങ്ങനെ പോകാൻ വേണ്ടി റെഡിയാകുകയാണ്. അതിന് മുന്നേ ഉള്ളവരെല്ലാം ഭയങ്കര പൂക്കലും കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചു ഒന്നും പറയണ്ട. അപ്പോൾ നമ്മളെ ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്തായാലും ചെയ്യണം. ജയൻറ്റ് സ്വിങ് അത്രയും ഹൈറ്റിൽ നിന്ന് നമ്മളെ വിടുന്നതാണ്. പിന്നെ സിപ്പ് ലൈനിൽ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ സിപ്പ് ലൈനിൽ എൻ്റെ ചേച്ചി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ സിപ്പ് ലൈന് ഞാൻ ഊട്ടിയിൽ നിന്ന് പണ്ട് പോയതുകൊണ്ട് സിപ്പ് ലൈന് വലിയ ഇതില്ല. ജയൻറ്റ് സ്വിങ് എന്തായാലും പോകണമെന്ന് വിചാരിച്ചതാണ്, ഇത് കണ്ടപ്പോൾ ജയൻറ്റ് സ്വിങ്ങിൽ എന്തായാലും പോകണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിചാരിച്ച് കയറിയതാണ്. ഒരൊക്കത്തിലെ ജയൻറ്റ് സ്വിങ്ങിൽ 250 രൂപയാണ് കയറാൻ വേണ്ടിയിട്ട്. 3 പ്രാവശ്യമാണ് സ്വിങ് ചെയ്യുക, മേലേന്ന് വിട്ടിട്ട് അങ്ങനെ 3 പ്രാവശ്യം സ്വിങ് ഉണ്ടാവും. അപ്പോൾ ഇതാ നമ്മൾ ബാക്കോട്ടേക്ക് വലിച്ചിട്ട് അങ്ങനെ കയറ്റി വിടുമ്പോൾ നമുക്ക് നമ്മളെ ഹൃദയം നിന്ന് പോകുന്ന പോലെ ഒരു തോന്നൽ തോന്നുക. അതാ ബാക്കോട്ടേക്ക് വലിക്കുന്നുണ്ട് അവർ. ഞാനിവരോട് പറഞ്ഞത്, പക്ഷെ ഞാനെങ്ങാനും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എൻ്റെ മിലാനെയും മിറായിനെയും നോക്കേണ്ടി വരുമല്ലോ, ആരെങ്കിലും നോക്കണേന്നെല്ലാം പറഞ്ഞിട്ട് അടിപൊളി എക്സ്പീരിയൻസ്. ഞാനങ്ങോട്ട് താഴോട്ട് ഇതാകുമ്പോൾ മറ്റേ എന്താ പറയണ്ടേ, തിളക്കം ഫിലിമിൽ ദിലീപ് മറ്റേ കഞ്ചാവ് അടിച്ചിട്ട് പറയുന്നില്ലേ, ട്വിങ്കിൾ ട്വിങ്കിൾ എന്ന് പറഞ്ഞാൽ അതുപോലെ ഫുൾ ഇംഗ്ലീഷായിരുന്നു ഞാൻ പറഞ്ഞത്, അമേസിങ് എന്നെല്ലാം പറഞ്ഞിട്ട്. അത് വെച്ച് പിന്നെ ഭയങ്കര കളിയാക്കലായിരുന്നു. പക്ഷെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല. അത് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി പോകാൻ തോന്നിയിന്, അടിപൊളിയായിരുന്നു.
കാരാപ്പുഴ അഡ്വഞ്ചർ പാർക്ക് അടിപൊളി സ്ഥലമാണ്. കുറേ കുട്ടികൾക്ക് കളിക്കാനുണ്ട്, ഊരുന്നതുണ്ട്, ഇതുപോലെ ചാടുന്നതുണ്ട്. അപ്പം നമ്മൾ വൈകുന്നേരം ആയതുകൊണ്ട് നമുക്ക് അത്രയും ടൈം കിട്ടിയിട്ടുണ്ടായിട്ടുള്ളൂ. പിന്നെ റമീറായ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം ഇത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താക്കി, ഇതും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടിലേക്ക് തിരിക്കാമെന്ന് വിചാരിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് അതുപോലെ തന്നെ ഈ ടൈം നമ്മൾ എന്താ പറയുക, ജയൻറ്റ് സ്വിങ്ങിൽ ക്യൂ നിൽക്കുന്ന സമയത്ത് KL ബ്രോ ഇല്ലേ, KL ബ്രോ ബിജു അവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കാണാൻ പറ്റി, ദൂരേന്ന് കാണാൻ പറ്റി. സെൽഫി എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. ദൂരേന്ന് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ KL ബ്രോ ബിജുവിന്. ഞാൻ ജയൻറ്റ് സ്വിങ്ങിൽ പോകുമ്പോൾ മിറാനെയും മിലാനെയും അവിടെ ആക്കിയിട്ടാണ് പോയത്, അവരുടെ അടുത്ത്, ആൻറ്റീൻ്റെ അടുത്ത്. അപ്പം മിറായ ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മേനെ എനിക്ക് ഇഷ്ടമല്ല, അമ്മ എന്നെ കൂട്ടാണ്ട് പോയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിലൊന്നും പോയി കളിക്കാൻ പറ്റാത്തവൻ്റെ ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തേരം അങ്ങനെ മിറായ സെറ്റായി. എന്നിട്ട് പിന്നെ ഞാൻ ജയൻറ്റ് സ്വിങ്ങിൽ നിന്ന് ഇറങ്ങിയ പാടെ എന്നോട് പറഞ്ഞ, അമ്മേനെ എനിക്ക് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാരാപ്പുഴയിൽ നിന്ന് ഇതൊക്കെ കഴിഞ്ഞ് 7 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വിടാൻ. കാരാപ്പുഴയിലേക്ക് എൻട്രി ഫീസ് ഉണ്ട്, 30 റുപ്പീസാണ് അഡൽട്ടിന്. കുട്ടികൾക്ക് അങ്ങനെ 20 അങ്ങനെ എന്തോ തോന്നുന്നു, 5 വയസ്സിന് മേലോട്ടുള്ള കുട്ടികൾക്ക്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നാട്ടിലേക്ക് പിടിക്കാൻ വേണ്ടി പോയി. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. നൈസ് ഹോട്ടലായിരുന്നു, റെസ്റ്റോറൻറ്റിൻ്റെ പേര്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വയനാട് ട്രിപ്പ് എക്സ്പീരിയൻസ്. സൂപ്പർ ട്രിപ്പായിരുന്നു. ഒരുപാട് മെമ്മറീസുമായിട്ട് നമ്മൾ ഈ വയനാട് ട്രിപ്പ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.